ഏറെ കാലമായിട്ടുള്ള എന്റെ ഒരു ആഗ്രഹം പറയട്ടെ. പറയൂ. നാട്ടുകാരുടെ മുന്നിലൂടെ ദേ എന്റെ വല്യുകുഞ്ഞു കെട്ടിയ ഈ താലിമാല എടുത്ത് പുറത്തിട്ട് ഒരു ലേശ അഹങ്കാരത്തോടു കൂടി എന്റെ കെട്ടിയവനോടൊപ്പം സ്കൂട്ടറിൽ കയറി ഈ നാട് മുഴുവനൊന്ന് കറങ്ങണം. ചിലരൊക്കെ അത് കണ്ട് ഞെട്ടണം. കൊള്ളാലോ എന്റെ കെട്ടിയോളെ. അതെ, രഹസ്യ കല്യാണം കഴിഞ്ഞ ഏതൊരു പെണ്ണിന്റെ ആഗ്രഹമാശ ഇതൊക്കെ. അല്ല കല്യാണി, എനിക്കൊരു സംശയം. ഈ ഞാൻ നിന്നെ നിർബന്ധിച്ച് SSLC എഴുതിപ്പിക്കാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ടാണോ നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് മാഷ എന്ന് വിളിക്കുന്നത്? അതൊന്നുമല്ല, ഈ മാഷെന്ന് വിളിക്കേ ഒരു സുഖമുണ്ട്. ഓ, എന്നാ പിന്നെ മാഷ് വണ്ടി എടുത്തോളൂ. ഉത്തരവ്. കല്യാണി പോം. വല്യുഞ്ഞേ, എനിക്കിങ്ങനെ റോഡിലൂടെ കാഴ്ചകളൊക്കെ കണ്ട് എപ്പോഴും യാത്ര ചെയ്തോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടാ. ഓഹോ, എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിലങ്ങ് ദുബായിക്ക് പോയാലോ? ഒന്ന് പോ വല്യുഞ്ഞേ, കളിയാക്കാതെ. കല്യാണി, നിനക്കിത് ഓടിക്കാൻ പഠിക്കണ്ടേ? വേണ്ട വേണ്ട, ഞാനില്ല. ഞാൻ സൈക്കിൾ പഠിച്ച് തന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടെന്നറിയോ? സൈക്കിൾ അറിയാവുന്നവർക്ക് ഇത് ഭയങ്കര എളുപ്പമല്ലേ? വേണ്ട വല്യുഞ്ഞേ, എനിക്കിങ്ങനെ ചേർന്നിരുന്ന് വല്യുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു പോവാനാ ഇഷ്ടം. ഓ, സ്വപ്നത്തിലെ രാജകുമാരനോടൊപ്പം പോകുമ്പോലെ അല്ലേ? നമ്മുടെ ഗന്ധർവനെ. വണ്ടി ഓടിക്കാണെന്ന് നോക്കില്ല കേട്ടോ, കുലുക്കി തരും ഞാൻ. അനിയും കുട്ടാ, എടാ അനിയും കുട്ടാ, വരുന്നു. എന്താ ഉപ്പളമ്മേ? വാശി പിടിക്കുകയും കരയുകയും ചെയ്തിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഞാൻ നാളെ രാവിലെ പോകും. നീ എന്റെ കൂടെ വരണം. അനുസരണശീലമൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം. നിന്റെ അച്ഛൻ ഞാൻ പറഞ്ഞ കമാന്ന് രക്ഷ മിണ്ടില്ല. പിന്നെയല്ലേ നീ? എന്താടാ മിണ്ടാതെ നിൽക്കുന്നത്? ഒന്നുമില്ല ഒപ്പോളമ്മേ. ഇനി നീ ഇവിടെ നിന്നൂടാ, അത് ശരിയാവില്ല. നീ നിൽക്കുന്നത് ശരിയല്ല. ഇവിടെ നിന്റെ അളിയനും പെങ്ങളുവാ. കൊമ്പത്തെ തൃച്ചമ്പരത്തെ അടിയാനായിട്ടൊന്നും വളരേണ്ടവനല്ല നീ. അന്തസ്സായിട്ട് വളരണം. എന്നാലേ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ പറ്റൂ. നാട്ടിൽ നിന്റെ അച്ഛനുണ്ട്, അവിടെ നിങ്ങൾക്കൊരു വീടുണ്ട്. കുറച്ചു മാറി ഈ ഓപ്പോളമ്മയുണ്ട്. നീ ഒരു ആൺചക്കനാണ്. എന്റെ ദാസിനെ ഭാവിയിൽ നോക്കേണ്ടത് നീയാണ്. ഇവിടെ നിന്ന് നിനക്ക് പഠിക്കാനൊന്നും പറ്റൂല. അതുകൊണ്ട് പുസ്തകങ്ങളും ഡ്രസ്സും ഒക്കെ എടുത്ത് അടുക്കി വെച്ചോ. അതിരാവിലെ നമുക്ക് പോണം. എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത്. നീ വന്നില്ലെങ്കിൽ പിടിച്ചോണ്ട് പോകും ഞാൻ. ഓ, അപ്പോൾ ഇതാണ് കഥാനായകൻ. താലി കെട്ടിയ പെണ്ണിന് ദുഃഖക്കടലിൽ മുക്കിയിട്ട് ശ്രീബുദ്ധനാകാൻ പോയാള്. എന്തേ മടങ്ങി വന്നത്? അതോ ആരെങ്കിലും കണ്ടെത്തി പിടിച്ചോണ്ട് വന്നാണോ? ഇപ്പൊ ചെയ്തു കൂട്ടിയ ദോഷങ്ങൾക്കെല്ലാം മാപ്പ് പറയാൻ ക്ഷേത്ര ദർശനത്തിന് പോയി. എടാ, ഈ നിൽക്കുന്ന ഇവനെ കണ്ടില്ലേ നീ? ഇവൻ കയറി കെട്ടി തൂങ്ങുന്നായിരുന്നു എനിക്ക് സംശയം. സുബ്രു പ്ലീസ്, എല്ലാം ഒന്ന് കലങ്ങി തെളിയെന്ന് വിചാരിച്ച
ചില സമയത്ത് ഒരു നഴ്സറി കുഞ്ഞിന്റെ ബുദ്ധി ഇല്ലല്ലോടാ നിനക്ക്. കഷ്ടം. നാഴികയ്ക്ക് 40 തൊട്ടം അന്തസ് പ്രൗഢി എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന നിന്റെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? പിന്നെ അവർ ജീവിച്ചിരിക്കോ? നിന്റെ ഇളയച്ചന്റെ ഒരു ചാണക്യ ബുദ്ധി. പോട്ടെ സുബണ്ണ, ബ്രോ തിരികെ വന്നില്ലേ, അതിനും വലിയ സന്തോഷമുണ്ടോ സുബണ്ണ? അതല്ലടാ, നമ്മളെയൊക്കെ പറ്റിച്ചത് പോട്ടെ. ഇവനെ ശരണമെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആ പാവം കല്യാണിയോട് ഒരു വാക്ക് ഇവന് പറഞ്ഞുകൂടായിരുന്നു? ഒരു എല്ലാധികം ഉള്ള സ്ത്രീയാണെങ്കിലും ആ ഓപ്പോളമ്മ വന്നതുകൊണ്ട് കല്യാണി ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. പോട്ടെ മച്ചു, നീ അത് കളഞ്ഞേക്ക്. എടാ, നിന്റെ അച്ഛനുണ്ടല്ലോ, അതുപോലൊരു മനുഷ്യനെ കിട്ടാൻ തപസ്സിരിക്കണം. ആ മനുഷ്യൻ വന്ന് എന്റെ മുമ്പിൽ വിതുമ്പിയത് ഓർക്കുമ്പോ അത് വിട്. നീ ഒരു കമ്പനിയിൽ ജോലിക്ക് പോയില്ലായിരുന്നോ? അയാൾ നിന്നെ കൊണ്ട് പൊറുതിമുട്ടി. അയാളുടെ വീട്ടിൽ പോലീസുകാർ നിരങ്ങുമായിരുന്നു. ആ ജോലിയിൽ നിനക്ക് ഇനിയും തുടരാന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിന്നെ വെച്ചേക്കില്ല. സുബണ്ണ നിർത്ത് സുബണ്ണ. ഇപ്പൊ ബ്രോ വന്നത് അബദ്ധായെന്ന് വിചാരിക്കുന്നുണ്ടോ? നീ വാ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. വേണ്ട, എനിക്കൊരു ജോലിയുണ്ട്. വല്ലപ്പോഴെങ്കിലും അവിടെ പോണം. മാത്രമല്ല, ഇങ്ങനത്തെ ചങ്ങാത്തമാണെങ്കിൽ നീയുമായിട്ടുള്ള കൂട്ട് വിട്ടാലോന്ന് ആലോചിച്ച് നിൽക്കാൻ ഞാൻ. സുബ്രു, ഇത്രയും നിന്റെ മുഖത്തൊക്കെ ഔട്ടോസ് വെച്ച് പറയാൻ പറ്റില്ല. അതാ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഇന്ന് ഓഫീസിൽ അദാലത്ത് വെച്ചിരിക്കുക. കൃത്യസമയത്ത് എത്തണം. നമുക്ക് വൈകിട്ട് കാണാം. ശരി. നീ പറ്റുമെങ്കിൽ കുറച്ച് സമയം ആ പെണ്ണിന്റെ അടുത്ത് പോയിരിക്കെ. പോട്ടടാ. ശരി. ചുമ്മാ. ഓക്കെ, ശരി, കാണാം. ശരിടാ. ശരി. അനിയൻകുട്ടാ, എടാ അനിയൻകുട്ടാ. നീ എന്താ റെഡിയായില്ലേ? വേഗം ആകട്ടെ. ഈ വേഷമൊക്കെ മാറി ബാഗ് കൊടുത്തോണ്ട് വാ. ഓ, കരഞ്ഞ് കരഞ്ഞ് കണ്ണും മുഖവും ഒക്കെ നീര് വന്ന് വീർത്ത് കിട്ടിയതുപോലെയായി. ചെല്ല്, പോയിട്ട് വാ. ഒപ്പളമേ, ചായ. ഓപ്പളമേ, എനിക്ക് ഒരപേക്ഷയുണ്ട്. അത് പറയുമ്പോ ഓപ്പളമ്മ എന്നോട് ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെടേണ്ടതാണെങ്കിൽ ദേഷ്യപ്പെടുക തന്നെ ചെയ്യും. എന്തായാലും പറ. അത് അനിയൻകുട്ടനെ ഒപ്പളമേ, അനിയൻകുട്ടനെ കൊണ്ടുപോരുത്. എനിക്കത് വലിയ സങ്കടാവും. നിന്റെ സങ്കടം തീർക്കാൻ ആ ചെറുക്കന് ജീവിതം നശിപ്പിക്കണോ? അവിടെ ദാസ് ഒറ്റയ്ക്കേ ഉള്ളൂ. അത് മാത്രമല്ല, ഇവിടെ നിന്ന് ചെറുക്കന്റെ പഠിത്തം ഒന്നും ശരിയാവില്ല. ഇത്രയും നാളും അവന്റെ അമ്മ ഞാൻ തന്നെയായിരുന്നില്ലേ ഒപ്പളമേ? ശരിയാ, സമ്മതിച്ചു. പക്ഷേ ഇനി അത് വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ എപ്പോഴും അവനുണ്ടാകുക എന്ന് വെച്ചാൽ അതൊരു അതിയെപ്പറ്റാണ്. അവൻ വല്ലപ്പോഴും വിരുന്നു വരുന്ന ഒരു അതിഥി ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾക്കും സന്തോഷം, അവനും സന്തോഷം. അതല്ലേ അതിന്റെ ശരി? ആ, റെഡിയായോ? ഇതിനല്പം മധുരം കൂടുതലാണല്ലോ അഖില. വല്ലപ്പോഴും അല്പം മധുരമൊക്കെ ആവാം കൃഷ്ണേട്ട. മാത്രമല്ല, ഇന്ന് പായസം ഞാനുണ്ടാക്കിയതാ. അത് ശരി. എന്നിന്റെ ശ്രീമതി കിച്ചണിൽ കയറിയോ? എന്റെ കൃഷ്ണേട്ടന് എന്റെ കൈകൊണ്ടുണ്ടാക്കിയ പാൽപായസം തരാൻ വേണ്ടി മാത്രം.
വെറുതെ അല്ല പാൽപ്പായസത്തിന് ഒരു പ്രത്യേക രുചി. നല്ലൊരു മണവും. ഈ രുചിയും മണമൊക്കെ കണ്ടിട്ട് ഇത് നിന്റെ പക്കപ്പിറന്നാൾ പായസം തന്നെയാണോ ആഗ്ര? അതെന്താ കൃഷ്ണേട്ട അങ്ങനെ ചോദിച്ചേ? വേറൊന്നും കൊണ്ടല്ല ആഗ്ര. നല്ല ബന്ധങ്ങൾ കരിമ്പ് പോലെയാണ്. അത് വളച്ചാലും ഒടിച്ചാലും ചതച്ചാലും പിഴിഞ്ഞാലും മധുരം തന്നെയായിരിക്കും ലഭിക്കുക. എല്ലാ ബന്ധങ്ങളും കരിമ്പാവണമെന്നില്ലല്ലോ കൃഷ്ണേട്ട. അതും ശരിയാണ്. ഈ പായസം നാവിലേക്ക് വെക്കുമ്പോ എന്തോ ഒരു വാത്സല്യത്തിന്റെ രുചി, ഒരമ്മയുടെ മണം, മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്ന ഒരമ്മയുടെ ചേരുവകൾ ചേരുമ്പടി ചേർത്ത ഒരു രുചിക്കൂട്ട്. അതുമാത്രമല്ല, ഈ പായസം കുടിക്കുമ്പോ എങ്ങോ കളഞ്ഞുപോയ ഒരു അമൂല്യ വസ്തുവിനെ തിരികെ കിട്ടിയതിന്റെ സന്തോഷം. എന്താകല, നിനക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? ഈ പക്കപ്പിറന്നാളിന് വേണ്ടി നീ എത്ര ദിവസം കാത്തിരുന്നു? കളഞ്ഞുപോയതിനെ കുറിച്ചുള്ള ചിന്ത, ആ നഷ്ടം നന്മയ്ക്ക് വേണ്ടിയ കൃഷ്ണേട്ട. കാരണം ആ നഷ്ടങ്ങളാ നമ്മളെ പലതും ചിന്തിപ്പിക്കുന്നത്. ആ നഷ്ടങ്ങളാ പല മാറ്റത്തിനും കാരണമാവുന്നത്. കൂടുതൽ സമയം മധുരം ആസ്വദിച്ചിരിക്കാതെ റെഡിയാവാൻ നോക്ക്. ഇന്ന് ഓഫീസിൽ പോണം. ഓക്കേ. അതെ കൃഷ്ണേട്ട, ബിസിനസ് ഇന്നത്തെ ഈ നിലയിൽ എത്തിച്ചത് അവർ അഹോരാത്രം പ്രയത്നിച്ചിട്ടാ. അത് നിലനിർത്തി പോകേണ്ടത് നമ്മുടെ ആവശ്യമാണ് കൃഷ്ണേട്ട. അതിനവർക്കൊരു ട്രീറ്റ് കൊടുക്കണം, ഡിയും കൂട്ടി കൊടുക്കണം. ഇനി നമ്മുടെ ബിസിനസ്സിലൊരു തകർച്ചയുണ്ടായ അത് പലരും അവരുടെ വിജയമാണെന്ന് കരുതും. കൃഷ്ണേട്ടാ, മക്കളെ കണ്ടു തുടങ്ങിയതൊന്നും അല്ല നമ്മൾ ഈ ബിസിനസ്. അവരൊക്കെ തലയെടുക്കും മുമ്പ് ബിസിനസ് രംഗത്ത് സ്വന്തമായിട്ടൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തവരാ നമ്മള്. അഖില, നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. തൊഴിലാളികളുടെ മനസ്സിന്റെ തൃപ്തി ഒരു പ്രധാന കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പൊ നീ പ്രഖ്യാപിക്കാൻ പോകുന്ന ഡിയെയും ഈ ട്രീറ്റും തൊഴിലാളികൾക്ക് സന്തോഷമാകാനോ അതോ നിന്റെ സ്വന്തം സന്തോഷത്തിനോ? സത്യം പറയാക്കില്ല, ഇതും പക്കപ്പിറന്നാളിന്റെ ട്രീറ്റ് തന്നെയല്ലേ? കൃഷ്ണേട്ടന് അങ്ങനെയൊക്കെ തോന്നും. എത്രയും പെട്ടെന്ന് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് പുതിയൊരു ബ്രാൻഡ് അംബാസിഡറെ കണ്ടെത്തണം. ഒക്കെ ആവാകില്ല, അതിന് എടുത്തുചാട്ടം വേണ്ട. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പുതിയൊരു ബ്രാൻഡ് അംബാസിഡർ തിരഞ്ഞെടുക്കുന്ന വാർത്ത ബിസിനസ് ലോകത്ത് വീണ്ടും ഒരു ചർച്ചയാവും. മികച്ച അമ്മയും മകനെയും തിരഞ്ഞെടുത്ത ബിസിനസ് ലോകം അടക്കിപ്പിടിച്ച് ചിരിക്കും. അതിനിപ്പോ നമ്മളായിട്ട് സാഹചര്യം ഒരുക്കണോ? എന്ത് സാഹചര്യം? ഇതിലും വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചിട്ടും ഈ അഖിലാണ്ടേശ്വരി ആടി ഉലഞ്ഞിട്ടില്ല. ഞാൻ തോക്കൊന്നാരും കരുതുകയും വേണ്ട. കണ്ടില്ലേ കൃഷ്ണേട്ടാ, നമ്മുടെ മോൻ ഇപ്പൊ ഒരു പൊളിഞ്ഞ സ്കൂട്ടറും കൊണ്ട്
ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു അവന്? എനിക്കിത് സഹിക്കുന്നില്ല കൃഷ്ണേട്ടാ. അവൻ എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? ആരെ തോപ്പിക്കാനാ? എനിക്കിതൊന്നും കാണാൻ പറ്റില്ല. അഖില, നിന്നെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഈ അവസ്ഥയൊക്കെ മാറും അഖില. എങ്ങനെ മാറാനാ? ജീവിതം കൊണ്ടൊന്ന് തച്ചുടച്ചിട്ടും കൃഷ്ണേട്ടൻ അറിയില്ല. താഴെ വെച്ച ഉറുമ്പരിക്കും തലയിൽ വെച്ച പേനരിക്കും എന്ന് പറഞ്ഞ് വളർത്തിയതാ ഞാൻ അവനെ. അവനിങ്ങനെ വെയിലും കൊണ്ട് കരുവാളിച്ച് നിൽക്കുന്ന എനിക്ക് കാണാൻ കഴിയില്ല കൃഷ്ണേട്ടാ. കൃഷ്ണേട്ടാ, വേണ്ട. സ്വയം ജീവിതം കൊണ്ടൊന്ന് നശിപ്പിക്കട്ടെ. അനുഭവിക്കണം, അനുഭവിച്ച് തീർക്കണം. കൃഷ്ണന്റെ വണ്ടി എടുക്ക്. തൃശ്ശംബരത്ത് അഖിലയുടെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഏത് നിമിഷവും ആ സന്തോഷ വാർത്തയ്ക്ക് വേണ്ടി നമുക്ക് കാതോർത്തിരിക്കാം. ഇന്ന് നടുറോഡിൽ ഒരു തുരുമ്പ് പിടിച്ച സ്കൂട്ടറുമായി ഒരു വെയിലത്ത് നിൽക്കുന്ന മകനെ കണ്ടപ്പോൾ നീ നേരത്തെ പറഞ്ഞ പെറ്റ വയറ് വേദനിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് വേദന തോന്നിയില്ല എന്ന് ചിന്തിച്ച് നിനക്ക് കുറ്റബോധം ഉണ്ടാവണം. ആ കുറ്റബോധം നീ ഇനി എത്ര ചിരികൊണ്ട് ഒളിപ്പിക്കാൻ നോക്കിയാലും അത് തിരുത്തുന്ന കാലം വരെയും നിന്നെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. പിന്നെ നിന്നെ കോമാളിയാക്കിയതിന്റെ കുറ്റബോധം എനിക്കുണ്ടാവുമെന്ന് നീ പറഞ്ഞില്ലേ? ആനന്ദ് ദാസിന്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടി എന്ന് അറിഞ്ഞ നിമിഷം മുതൽ നിന്നോടത് പറയാൻ ഞാൻ ശ്രമിച്ചതാണ്. ഓരോ നിമിഷവും ഞാനത് പറയാൻ തയ്യാറെടുക്കുമ്പോഴും ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് നിന്റെ കണ്ണുകളിൽ നിന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അല്ല, എന്ത്? മകൻ അടുക്കളക്കാരിയെ താലി കെട്ടിട്ടെന്നോ? അതാണോ കൃഷ്ണേട്ടൻ എന്റെ കണ്ണുകളിൽ നിന്ന് വായിച്ചറിഞ്ഞത്? അതല്ല, അതിന്റെ മറുവശം. ആ ഗംഗയുമായിട്ട് ആനന്ദിന്റെ കല്യാണം ഉറപ്പിക്കരുതെന്നാണ് ഞാൻ പറയാൻ വരുന്നതെന്ന് നീ മനസ്സിലാക്കിയിരുന്നു. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുതക്കില്ല. എന്താ, ഞാൻ കെട്ടിയ താലിയിൽ കൈവച്ചുകൊണ്ട് നിനക്ക് പറയാമോ നീ അത് മനസ്സിലാക്കിയിരുന്നില്ല എന്ന്? ഒരിക്കൽ ചോദിച്ചതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ആ നാഗമടുത്ത ഗംഗയുമായി നിന്റെ മകന്റെ കല്യാണം നീ നടത്തിയിരുന്നെങ്കിൽ ഇന്ന് പാപഭാരം കൊണ്ട് സ്വയം ചിതയൊരുക്കി അതിലേക്ക് ചാടേണ്ടി വന്നേനെ അഖില നിനക്ക്. എന്താ, അതിന്റെ പകുതി ഭാരമെങ്കിലും എന്റെ തലയിൽ വെച്ച് കിട്ടാൻ പറ്റുമോ? പറ്റണമായിരുന്നുവെങ്കിൽ നമുക്ക് ആനന്ദും ഗംഗയുമായിട്ടുള്ള കല്യാണം നടത്തിയാലോ കൃഷ്ണേട്ടാ എന്ന് ചോദിക്കണമായിരുന്നു. അല്ലാതെ ഞാൻ ഇത്രാം തീയതിയിൽ കല്യാണം നടത്തും എന്ന് പ്രഖ്യാപിക്കുകയല്ല വേണം. കൃഷ്ണേട്ടാ, എന്നുവെച്ച് തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ കുടുംബത്തിന്റെ പാരമ്പര്യവും അഭിമാനവും കളഞ്ഞ് ഡ്രൈവർ ദാസിന്റെ മകളെ കെട്ടിയത് മഹത്തായ കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒന്നു പറയാം, സ്നേഹിച്ച പെണ്ണിനെ കൊടുത്ത വാക്ക് പാലിച്ച് കൂടെ കൂട്ടിയതിൽ അവന്റെ ഭാഗത്ത് വലിയൊരു ശരി തന്നെയായിരുന്നു. അതെ, ഞാൻ മുറി പോയി കിടന്നാലേ ചേച്ചിക്ക് ടോണിക്ക് തന്നില്ലല്ലോ എന്നോർത്ത് തിരിഞ്ഞും മറിഞ്ഞും കിടന്നാലും എനിക്ക് ഉറക്കം വരില്ല. ആ, കുഴപ്പമില്ലല്ലോ. ചേച്ചിയുടെ ജോലി തീരുന്നവരെ ഞാനിവിടെ കാത്തിരുന്നോളാം. കാത്തിരുന്നാ ഒത്തിരി വൈകും. എനിക്ക് ഒത്തിരി ജോലിയുണ്ട്. ആ, ടോണിക്കെവിടെ? അത് കുടിച്ചാ പ്രശ്നം തീരുമല്ലോ. എടുക്ക്, എടുക്കാൻ.
എന്താ നിന്റെ കൈ വരയ്ക്കുന്നത്? ആ, ഏയ് കുഴപ്പമൊന്നുമില്ല. ചേച്ചിക്ക് തോന്നുന്നതാ. ദാ, എന്റെ കയ്യിൽ വേറെ കയ്യിലൊന്നുമില്ല. ഓ, അഖിലേ, ഇന്നെന്തെങ്കിലും നടക്കും. ഇവിടെ വന്നു കേറിയ നാള് മുതല് എന്റെ മനസ്സിൽ താലോല് ചോമനിച്ചുകൊണ്ട് നടക്കുന്ന സ്വപ്ന പൂവണിയാൻ പോകുന്നത്. ഏതായാലും ഉറങ്ങിയൊന്നൊന്ന് നോക്കിയിട്ട് വരാം. സൂപ്പർ. അഖിലേ, എന്റെ കൃഷ്ണേട്ടൻ ഇവിടെ ലാപ്ടോപ്പിൽ കളിച്ചോണ്ടിരിക്കുക. ഇപ്പോഴൊന്നും ഇവിടുന്ന് ഇളകുന്ന മട്ടില്ല. ഒരു 10-20 മിനിറ്റ് കിട്ടിയാ മതി. നിന്റെ കാര്യം ധാരണയായി. അയ്യോ, ആ പറയണ്ടേ. അയ്യോ, ഇനി എന്ത് പറയാനാ പ്രിയങ്കേ? അഖിലാണ്ടേശ്വരിയുടെ ആട്ടം ഇന്നത്തോടെ അവസാനിച്ചു. എന്താ ഈ പറയുന്നത്? സത്യ പ്രിയങ്കേ, ഇപ്പൊ ഞാൻ അഖിലാണ്ടേശ്വരിയുടെ മുറിയിൽ പോയി നോക്കിയിട്ട് വരിക. ശ്വാസവും അനക്കോ ഇല്ലാതെ കിടക്ക അവിടെ. ശിവരാമേട്ടൻ ഹാളിൽ ഇരുന്നേ ലാപ്ടോപ്പിൽ എന്തോ അർജന്റ് വർക്ക് ചെയ്തോണ്ടിരിക്കുക. ഞാൻ അഖിലാണ്ടേശ്വരി ഉറങ്ങുന്നത് പോലെ തോന്നിക്കാൻ മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്ത് കതകം ചാരിയിട്ടാ വന്നിരിക്കുന്നെ. ഇപ്പൊ ആര് ചെന്ന് നോക്കിയാലും അഖിലാണ്ടേശ്വരി ഉറങ്ങിക്കിടക്കുകയാണെന്നേ തോന്നും. ഓ, ഇന്നത്തെ കാറ്റ് വീശുന്നതേ നമുക്ക് വേണ്ടിയാ പ്രിയങ്കേ. ഗുഡ്. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോ. ആരെങ്കിലും കണ്ടാ തന്നെ അഖിലാണ്ടേശ്വരിക്ക് ഫസ്റ്റ് എയ്ഡ് ചികിത്സ കിട്ടാതെ നോക്കണം. അല്ലെങ്കിലും തൃച്ചംബരത്ത് ആർക്കെങ്കിലും അസുഖം വന്നാ ഡോക്ടറെ തൃച്ചംബരത്തേക്ക് വരുത്താറാണല്ലോ പതിവ്. ആ പതിവ് ഈ കാര്യത്തിലും തിരുത്തണ്ട. ഈ ഒരു വിജയത്തിന് വേണ്ടി ആന്റി ഇത്രയും നാളും നമ്മൾ നടത്തിയ പ്ലാനുകളൊക്കെ പരാജയപ്പെട്ടത്. അതെ പ്രിയങ്കേ, നീ പറഞ്ഞതാ അതിന്റെ ശരി. പക്ഷേ ഈ സന്തോഷം എനിക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ പറ്റുന്നില്ല എന്ന ഒറ്റ സങ്കടേ ഉള്ളൂ. പിന്നൊരു കാര്യം പറയാൻ പ്രിയങ്കേ, അഖില ചത്ത് മലച്ച് കിടക്കുമ്പോ ഏതായാലും അന്വേഷണം ഉണ്ടാവും. അപ്പോ ഒരു തെളിവും കിട്ടാതിരിക്കാൻ ഞാൻ ആ ടോണിക് ബോട്ടിലും കൂടി ഇങ്ങ് മാറ്റി. വെരി ഗുഡ് ആന്റി. പിന്നെ ആഘോഷം അത് നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
ആ പിന്നെ എന്റെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് ആന്റിക്ക്. ഏ അയ്യോ, എനിക്ക് മാത്രമായിട്ട് എന്ത് ഗിഫ്റ്റ് പ്രിയങ്കെ? ആടി തകർത്തത് ഞാനാണെങ്കിലും തിരക്കഥ നിന്റെ ആണല്ലോ. ഓക്കെ ആന്റി. അഖിലാണ്ടേശ്വരിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ ഡോക്ടറെ വിളിക്കുന്ന കാര്യം മറക്കണ്ട. അപ്പോ ഗുഡ് നൈറ്റ് ആന്റി. ഓ അതേ പ്രിയങ്കെ, ഇന്നാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ ഗുഡ് നൈറ്റ്. അതെ ആന്റി, ഇന്ന് തന്നെയാ യഥാർത്ഥ ഗുഡ് നൈറ്റ്. എന്നാ പിന്നെ വെച്ചേക്ക് പ്രിയങ്കെ. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. എന്തു പറ്റൂല കുഞ്ഞ്? എന്താ ഇങ്ങനെ പുറത്തു വന്ന് നിക്കണേ? നിനക്കെന്താ പറ്റിയ അഖില? അഖില, നിനക്കെന്താ പറ്റി? അഖില, 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 എഴുന്നേൽക്ക്. അഖില, അഖില. എന്താ എന്തു പറ്റി ശിവരാമേട്ട? അറിയില്ല. എന്തു പറ്റി ചേച്ചിക്ക്? അറിയില്ല. അഖില, ചേച്ചി, ചേച്ചി, അയ്യോ ചേച്ചി കണ്ണു തുറക്ക്. ചേച്ചി എഴുന്നേൽക്ക്. എന്തു പറ്റി ചേച്ചി? ചേച്ചി അഖില, 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 അഖില. ചേച്ചി, ചേച്ചി കണ്ണു തുറക്ക് ചേച്ചി. ശിവരാമേട്ട, ചേച്ചി അഖില, അഖില, അമ്മേ, അമ്മേ. പേടിക്കാനൊന്നുമില്ല. ക്ഷീണം കൊണ്ടുള്ള മയക്കമാ. അപ്പൊ ചത്തില്ലേ? യ്യോ. അഖില, അഖില. ഡോക്ടർ, നമുക്ക് അമ്മയെ ഹോസ്പിറ്റലിലേക്ക്. ഏയ്, ഈ രാത്രിയിൽ അതിന്റെ ആവശ്യമില്ല. നാളെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരൂ. നമുക്കൊരു ഡീറ്റെയിൽ ചെക്കപ്പ് നടത്താം. ആ, അഖില, കണ്ണ് തുറക്ക് അഖില. അഖില, എന്തു പറ്റി അഖില? രാജലക്ഷ്മി എപ്പോ? ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരികയായിരുന്നു. അപ്പോഴാ വിലാസിനിയുടെ ഫോൺ വന്നു. പതുക്കെ